സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ ഏപ്രിൽ 2 പെസഹ വ്യാഴം. വചനഭാഗം ലൂക്ക അറിയിച്ച സുവിശേഷം 22 അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിനോളം ഉയരുന്ന പെസഹ. രചന സന്തോഷ് സെബാസ്റ്റ്യൻ മറ്റത്തിൽ. ഓർമ്മകൾക്ക് ഓർമ്മകളുടെ പ്രായമില്ലാത്തൊരു കാലം. +2 പഠനകാലം. ആ വർഷം വലിയ നോമ്പ് അതിൻ്റെ പാരമ്യത്തിൽ ആണ്. അങ്ങനെ പറയാൻ കാരണം വേറൊന്നുമല്ല, അന്ന് ഇന്നത്തെ പോലെ നേരമോ കാലമോ നോക്കാതെ ഷവർമ കഴിക്കുന്ന, കുഴിമന്തി മുന്തിയ ഭക്ഷണമാണെന്ന് കേട്ടിട്ടുള്ള കാലമല്ല. മറിച്ച് വിളമ്പുന്നത് മാത്രം കഴിക്കുന്ന നന്മയുള്ള കൗമാരം. രാവിലെ മിക്ക ദിവസങ്ങളിലും ദിവ്യബലിക്കെത്തും. അതും 15 മിനിറ്റ് മുമ്പേ എത്തും. നടന്നും ഓടിയും സൈക്കിളിലുമെല്ലാം പോയിരുന്ന കാലം. ഇപ്പോൾ കാറും ബൈക്കും എല്ലാം ആയപ്പോൾ നോമ്പ് കാലത്ത് പള്ളിയിൽ പോകുന്നതിന് പഴയ സ്പിരിറ്റില്ല. പറഞ്ഞു വരുന്നത് നോമ്പ് കാലത്തെ പെസഹ വ്യാഴാഴ്ചയെക്കുറിച്ചാണ്. അന്ന് രാവിലെ 6:30 കുർബാനയ്ക്ക് പതിവിലും നേരത്തെ 5:45 പള്ളിയുടെ സങ്കീർത്തിയിലെത്തി. സൈക്കിളിലാണ് വരവ്. സൈക്കിൾ ചവിട്ടുമ്പോൾ വലത്തേക്കാൽ നിലത്ത് കുത്തിയിട്ടില്ല, ചെളിയുമായിട്ടില്ല. കാരണം ആ കാലിന് ഇന്ന് ബിഗ് ഡേ ആണ്. ഒരാഴ്ച മുന്നെയാണ് അന്നത്തെ വികാരിച്ചൻ ഇത്തവണ കാൽ കഴുകുന്നത് അൾത്താരബാലന്മാരുടേതാണ് എന്ന് പ്രഖ്യാപിച്ചത്. സഞ്ജു സാംസൺ 2026 T20 ക്വാർട്ടർ ഫൈനൽ കളിക്കുമോ എന്ന് ചിന്തിച്ചതിനപ്പുറം ഞാനിന്ന് വേവലാതിപ്പെട്ടിരുന്നു. കാരണം 12 പേരെയാണ് വേണ്ടത്. പക്ഷേ ഞങ്ങൾ 20 കുട്ടികൾ ഉൾപ്പെടുന്ന സംഘമാണ്. ഒടുവിൽ നറുക്കിട്ടു. യഹൂദ പാരമ്പര്യമോ യഹൂദ ലുക്കോ ഇല്ലാത്ത എനിക്കും നറുക്ക് വീണു. അതെ, പെസഹ വ്യാഴാഴ്ച കാൽ കഴുകുന്ന 12 ശിഷ്യരിൽ ഒരാൾ ഇതാ ഞാൻ തന്നെ. അങ്ങനെ അന്ന് സൈക്കിളിൽ വന്നിറങ്ങുമ്പോൾ ചിന്തകളെല്ലാം കാട് കയറി. പള്ളിയുടെ പുറകിലുള്ള സൈക്കിൾ ഷെഡിലെത്തി. പക്ഷേ ചിന്തകൾക്ക് തീപിടിക്കാൻ അധികം സമയം വേണ്ടല്ലോ. ഓ, യൂദാസ് എത്തിയല്ലോ. കൂട്ടത്തിൽ ഒരു സുഹൃത്തിൻ്റെ വക ഒരു കുത്ത്. പക്ഷേ ആത്മാവിൻ്റെ പ്രചോദനത്താൽ ഞാൻ ഇങ്ങനെ പൊഴിഞ്ഞു. അതേടാ, നമ്മുടെ പള്ളി യൂദാസ്ലീഹയുടെ പേരിലല്ലേ. ഞാൻ യൂദാസ് തദേവുസ്, സ്കറിയോത്തയല്ല. കൗണ്ടറിൽ സ്വയം തൃപ്തനായി. അങ്ങനെ പെസഹ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. വെള്ള ഷർട്ടും കറുത്ത പാൻസുമാണ് വേഷം. പിന്നെ അന്നത്തേക്ക് അത്യാവശ്യമുള്ള 2 കാലുകളും, അതും തേച്ച് കഴുകി വെളുപ്പിച്ചത്. വികാരിയച്ഛനോടൊപ്പം കപ്പ്യാർ ജോയിച്ചേട്ടനുമുണ്ട്. പുള്ളിയുടെ ഒരു കൈയിൽ ജഗ് നിറയെ വെള്ളം, മറ്റേ കൈയിൽ നല്ല മണമുള്ള ഹമാം സോപ്പും. വികാരിയച്ഛൻ എൻ്റെ അടുത്ത് എത്താറായി. കൈകൂപ്പി പ്രാർത്ഥനയോടെ ഞാൻ കാലുകൾ നീട്ടി. അന്ന് ഞാൻ ആദ്യമായി നാളിതുവരെ പഠിച്ച കാറ്റഗിസം ടെക്സ്റ്റുകളിൽ കാണാത്ത ക്രിസ്തുവിനെ കണ്ടു. വയലറ്റ് തുണി കൊണ്ട് മറച്ച ക്രൂശിത രൂപത്തിലെ ക്രിസ്തു അതാ എൻ്റെ മുന്നിൽ മുട്ടുകുത്തി കാല് കഴുകി തുടച്ച് ചുംബിക്കുന്നു. ഒരു 15-കാരന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ക്രിസ്തു അനുഭവം. അതേ ക്രിസ്തുവിനോളം എളിമപ്പെട്ട ഒരു മനുഷ്യൻ അന്നും ഇന്നും എന്നും വിരളമാണ്. പക്ഷേ അവൻ ദൈവമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒളിമങ്ങാത്ത ഒരു ചോദ്യം പ്രതിധ്വനിക്കുന്നു. ഞാൻ ചെയ്യുന്നത് എന്ത് എന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീടറിയും. കാൽ കഴുകിയ മനുഷ്യപുത്രൻ, നിത്യാരാധനയിലെ ദൈവപുത്രൻ. ക്രിസ്തുവിനോളം വലിയ മോട്ടിവേഷണൽ സ്പീക്കറായി മനുഷ്യകുലം ഇന്നേ വരെ കണ്ടിട്ടില്ല. കുതിരയിൽ എഴുന്നള്ളേണ്ടവൻ കഴുതപ്പുറത്ത് ആനയിക്കപ്പെടുന്നു. ശിഷ്യരാൽ കാൽ കഴുകപ്പെടേണ്ടവൻ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നു. പ്രത്തോറിയത്തിൽ രാജസിംഹാസനത്തിൽ കാലിന്മേൽ കാൽ കയറ്റി ഇരിക്കേണ്ടവൻ അപമാനിതനായി നിർത്തപ്പെടുന്നു. റോമാരാജ്യത്തിൻ്റെ രാജാവായി വാഴിക്കപ്പെടേണ്ടവൻ കാൽവരിയുടെ വെരിമാറിൽ 3 ആണികളിൽ തൂക്കപ്പെടുന്നു. ഒടുവിൽ ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ തള്ളിപ്പറഞ്ഞവരുടെയും മാറ്റി നിർത്തിയവരുടെയും കണ്ണുകളിൽ പ്രകാശമായി മാറിക്കൊണ്ട് സകല മനുഷ്യരുടെയും രക്ഷയുടെ നിദാനമായ ദിവ്യകാരുണ്യമായി മാറുന്നു. ഇതിലും വലിയ ഒരു പെസഹായുണ്ടോ? കടന്നുപോകലുണ്ടോ? അതെ, പുതിയ നിയമത്തിലെ പെസഹ ജീവിതകാലം മുഴുവനും തോൽവികളും കുറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലുകളും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട സകലർക്കുമുള്ള ഓർമ്മകളുടെ പൂക്കാലമാണ്. അപ്പം മുറിക്കലും കാൽ കഴുകലും. ഒരിക്കൽ കാറ്റഗിസം ക്ലാസ്സിൽ വെച്ച് പെസഹ എന്ന് കേട്ടാൽ എന്താണ് ഓർമ്മ വരുന്നത് എന്ന് മുന്നിൽ ഇരുന്ന കുട്ടിയോട് ചോദിച്ചു തീർക്കുന്നു. പാലട പായസത്തിന് ബ്രൗൺ നിറമായാൽ, ബോളിക്ക് പകരം വട്ടയപ്പമായാൽ പെസഹ ആയി സാറേ. സത്യത്തിൽ 18 സന്താനമായി എനിക്കും അതുപോലൊരു ഓർമ്മയാണ് പെസഹ. എന്നെ വായിക്കുന്ന ചിലർക്കെങ്കിലും പെസഹ എന്നത് നസ്രാണി കുടുംബങ്ങളിൽ വരുന്ന മനോരമ ദീപിക പത്രങ്ങളിൽ അടിച്ചു വരുന്ന മാർപ്പാപ്പയുടെ കാൽകഴുകൽ ചിത്രത്തിൽ ഒതുങ്ങുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നവരുടെയെങ്കിലും കാലുകൾ കഴുകണം. അന്നേ ദിനം ഉറ്റവരുടെ പാദങ്ങളിൽ വീഴുന്ന നമ്മുടെ കണ്ണുനീർ തുള്ളികളിൽ നിന്നും ഉയർക്കേണ്ട പച്ചയായ ജീവിതത്തിലേക്കുള്ള കടന്നുപോകലാകണം പെസഹ.
യുദ്ധം കാരണം അടുക്കളയിൽ ഗ്യാസ് കത്തുന്നില്ല എന്ന് വേവലാതിപ്പെടുന്ന മലയാളി അമ്മമാർ, യുദ്ധം മൂലം ജീവിതത്തിൻ്റെ അർദ്ധാന്തര ന്യാസങ്ങൾ പുകമൂടിപ്പോയ വിശുദ്ധ നാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും ബാല്യങ്ങൾ, ദിവസങ്ങൾക്കപ്പുറം എല്ലാം ശരിയാവുമോ എന്ന് കാത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർ, ഈ കെട്ടകാലവും കടന്നുപോകും എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നിടത്താണ് പെസഹ പൂർണ്ണമാവുന്നത്. ജീവിതത്തിൻ്റെ താളുകൾ മറിക്കപ്പെടുമ്പോൾ അത് ഒടുവിലത്തേതാണ് എന്ന ചിന്തയോടെ ചുറ്റിലുമുള്ള ലോകത്തിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഓർമ്മകൾ അവശേഷിപ്പിക്കുവാൻ സാധിച്ചാൽ നിങ്ങളും ഞാനും ഒരു പെസഹായാവുകയാണ്, ക്രിസ്തുവിനോളം ഉയരുന്ന പെസഹ. ജീവിതത്തിൻ്റെ താളുകൾ മറിക്കപ്പെടുമ്പോൾ അത് ഒടുവിലത്തേതാണ് എന്ന ചിന്തയോടെ ചുറ്റിലുമുള്ള ലോകത്തിന് നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഓർമ്മകൾ അവശേഷിപ്പിക്കുവാൻ സാധിച്ചാൽ നിങ്ങളും ഞാനും ഒരു പെസഹായാവുകയാണ്, ക്രിസ്തുവിനോളം ഉയരുന്ന പെസഹ.